രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബോയിംഗ് സാറ്റലൈനർ പേടകത്തിനു കേടുപറ്റിയതിനാൽ സഞ്ചാരി സുനിത വില്യംസിന്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിലായി. ഈ മാസം 5-നാണ് ഇന്ത്യൻ വംശജയായ സുനിതയും സഹയാത്രികൻ ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. 7-ന് ഇവർ നിലയത്തിലെത്തി. 13-ന് തിരിച്ചു വരാനിരുന്നതായിരുന്നെങ്കിലും ഇവിടെ യാത്ര പലതവണ മാറ്റിവെച്ച് 26-നാക്കിയിരുന്നു. ഇത് വീണ്ടും മുടങ്ങി. 8 ദിവസം മാത്രം ദൈർഘ്യമുള്ള ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയ ബോയിംഗ് സാറ്റലൈനർ പേടകത്തിന്റെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബച്ച് വിൽമോറും ഇനിയും ദിവസങ്ങൾ നിലയത്തിൽ തുടരേണ്ടി വരും. നിലവിൽ കൃത്യമായ തീയതികളൊന്നും നാസ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സാറ്റലൈനർ ദൗത്യത്തിന്റെ കാലാവധി 45 ദിവസം മുതൽ 90 ദിവസം വരെ ദീർഘിപ്പിക്കുന്ന കാര്യം നാസ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഏജൻസിയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സിച്ച് പറഞ്ഞിരിക്കുന്നത്. സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും വഹിച്ചുള്ള യാത്രക്കിടെ പലതവണ ഹീലിയം ചോർച്ചയുണ്ടായെന്നും ത്രസ്റ്ററുകളുടെ പ്രവർത്തനരഹിതമായിരുന്നുവെന്നും നാസ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. അതേ പേടകത്തിൽ തന്നെ സഞ്ചാരികളെ തിരികെ എത്തിക്കുന്നതിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇത് പരിശോധിച്ചു വരികയാണെന്ന് നാസ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ദൗത്യത്തിന്റെ കാലപരിധി 3 മാസം വരെ ദീർഘിപ്പിക്കുന്ന കാര്യം നാസ പരിഗണിക്കുന്നത്. സാറ്റലൈനറിന്റെ തകരാറിനുള്ള കാരണം സംബന്ധിച്ച് എഞ്ചിനീയർമാർക്ക് ഇപ്പോഴും കൃത്യമായ ധാരണ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. എന്തുകൊണ്ടാണ് യാത്രക്കിടെ ത്രസ്റ്ററുകളുടെ തകരാർ സംഭവിച്ചത് എന്നാണ് പരിശോധിക്കുന്നത്. ഇതിനുള്ള ഉത്തരം ലഭിച്ചാൽ മാത്രമേ പേടകം തിരിച്ചിറക്കാനാവൂ. നിലവിൽ നിലയത്തിനുണ്ടായിരുന്ന മറ്റ് സഞ്ചാരികൾക്കൊപ്പം ദൈനംദിന പ്രവർത്തനങ്ങളിലാണ് സുനിത വില്യംസും വിൽമോറും. പേടകത്തിന് താഴെയുള്ള സിലിണ്ടർ രൂപത്തിലുള്ള സർവീസ് മൊഡ്യൂളാണ് വാതക ചോർച്ചയും ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും ഉള്ളത്. നിലയത്തിലുള്ള യാത്രക്കിടെയാണ് ഇത് സംഭവിച്ചത്. അതിനുള്ള കാരണം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഇനി നിർമ്മിക്കുന്ന പേടകത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ. ഇത് പേടകത്തിന്റെ ഒരു പരീക്ഷണ ദൗത്യം കൂടിയാണെന്ന് ഓർക്കണം. പേടകത്തിന്റെ ബഹിരാകാശത്തെ സഞ്ചാരത്തിനുള്ള ഊർജം നൽകുന്നത് സർവീസ് മൊഡ്യൂൾ ആണ്. പേടകം തിരിച്ചിറങ്ങുമ്പോൾ ഭൂമിയിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ സർവീസ് മൊഡ്യൂൾ കത്തി നശിക്കുകയും പേടകം മാത്രം പാരച്യൂട്ടുകളുടെ സഹായത്തോടെ സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്യുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. അക്കാരണത്താൽ സർവീസ് മൊഡ്യൂളിന്റെ പ്രശ്നം ഭൂമിയിൽ തിരിച്ചെത്തി പരിശോധിക്കാനാവില്ല. അതിനാലാണ് പേടകം നിലയത്തിൽ തന്നെ നിർത്തി അവിടെ നിന്ന് പ്രശ്നങ്ങൾ പഠിക്കുന്നത്. 3 മാസം വരെ ദൗത്യത്തിന്റെ സമയം ദീർഘിപ്പിക്കുമോ എന്ന് ഉറപ്പില്ല. ജൂൺ 5-നാണ് സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും വഹിച്ച് ബോയിംഗ് സാറ്റലൈനർ പേടകം വിക്ഷേപിച്ചത്. ബോയിംഗ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമാണിത്. ഭാവി വിക്ഷേപണ ദൗത്യങ്ങൾക്ക് പേടകം എത്രത്തോളം പ്രാപ്തമാണ് എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. പേടകം വിജയകരമായി നിലയത്തിൽ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും യാത്രയിൽ ഉടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ജൂൺ 13-ന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു.